ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ വന്നിട്ടുള്ളത് SCERT 10ാം ക്ലാസ് ജോഗ്രഫിയിലെ 3ാം അധ്യായമായ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള PSC ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നിങ്ങൾ PSCക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും SCERT NCERT ബുക്കുകൾ കവർ ചെയ്ത് വേണം എക്സാമിന് പോവാൻ. കാരണം അതിൽ നിന്നാണ് എല്ലാ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു രാജ്യത്തിൻ്റെ ഉൽപ്പാദന മേഖലയ്ക്ക് സംഭാവന നൽകാൻ കഴിയുന്ന വ്യക്തികളുടെ ശേഷിയെ എന്താണ് വിളിക്കുന്നത്? മാനവ വിഭവശേഷി അഥവാ ഹ്യൂമൻ റിസോഴ്സ്. ഒരു രാജ്യത്തിൻ്റെ ഉൽപ്പാദന മേഖലയ്ക്ക് സംഭാവന നൽകാൻ കഴിയുന്ന വ്യക്തികളുടെ ശേഷിയെ വിളിക്കുന്ന പേരാണ് മാനവ വിഭവശേഷി അഥവാ ഹ്യൂമൻ റിസോഴ്സ്. 2. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് അഥവാ ജനസംഖ്യ കണക്കെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1872, ലോർഡ് മായോയുടെ കാലത്ത്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് അഥവാ ജനസംഖ്യ കണക്കെടുപ്പ് നടന്ന വർഷം 1872 ലോർഡ് മായോ പ്രഭുവിൻ്റെ കാലത്താണ് നടന്നത്. 3. ഇന്ത്യയിൽ ആദ്യമായി ക്രമീകൃതമായ അതായത് സമ്പൂർണ്ണമായ സെൻസസ് ആരംഭിച്ച വർഷം ഏതാണ്? 1881. ഇത് ലോർഡ് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് നടന്നത്. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്രീകൃതമായ അതായത് സമ്പൂർണ്ണമായിട്ടുള്ള സെൻസസ് ആരംഭിച്ച വർഷം 1881. ഇത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇന്ത്യയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് സെൻസസ് നടത്തുന്നത്? 10 വർഷത്തിലൊരിക്കൽ. ഇന്ത്യയിൽ 10 വർഷത്തിലൊരിക്കലാണ് സെൻസസ് നടത്തുന്നത്. 5. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സെൻസസ് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? യൂണിയൻ ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 6. ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ജീവിക്കുന്ന ശരാശരി ആൾക്കാരുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ജീവിക്കുന്ന ശരാശരി ആൾക്കാരുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നത് ജനസാന്ദ്രതയാണ്, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി. 7. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസാന്ദ്രത എത്രയാണ്? ചതുരശ്ര കിലോമീറ്ററിന് 382 പേർ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 382 പേരാണ്. 8. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അവിടുത്തെ ജനസാന്ദ്രത 1106. ഒന്നുകൂടി നോക്കാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാറാണ്. അവിടുത്തെ ജനസാന്ദ്രത 1106. ക്വസ്റ്റ്യൻ നമ്പർ 9. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അവിടുത്തെ ജനസാന്ദ്രത 17. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അവിടുത്തെ ജനസാന്ദ്രത 17. 10. ആൺ പെൺ അനുപാതം അഥവാ ലിംഗാനുപാതം അഥവാ സെക്സ് റേഷ്യോ കണക്കാക്കുന്നത് എങ്ങനെയാണ്? 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കിലാണ്. ആൺ പെൺ അനുപാതം അഥവാ ലിംഗാനുപാതം സെക്സ് റേഷ്യോ കണക്കാക്കുന്നത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കിലാണ്. 11. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ലിംഗാനുപാതം എത്രയാണ്? 943. 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ എന്ന കണക്കിൽ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ലിംഗാനുപാതം 943. 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ എന്ന കണക്കിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിംഗാനുപാതമുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. അത് ലിംഗാനുപാതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിംഗാനുപാതമുള്ള സംസ്ഥാനം കേരളമാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. 13. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതമുള്ള സംസ്ഥാനം ഹരിയാനയാണ്.
1000:879. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതമുള്ള സംസ്ഥാനം ഹരിയാനയാണ്. 1000 പുരുഷന്മാർക്ക് 879 സ്ത്രീകൾ എന്ന കണക്കിൽ. 14 സെൻസസ് പ്രകാരം ഏത് പ്രായത്തിന് മുകളിലുള്ള എഴുതാനും വായിക്കാനും ശേഷിയുള്ള വ്യക്തിയെയാണ് സാക്ഷരൻ എന്ന് കണക്കാക്കുന്നത്? 7 വയസ്സ് അല്ലെങ്കിൽ അതിനു മുകളിൽ ഉള്ളവരെ. ക്വസ്റ്റ്യൻ നമ്പർ 14 ഒന്നുകൂടി നോക്കാം. സെൻസസ് പ്രകാരം ഏത് പ്രായത്തിന് മുകളിലുള്ള എഴുതാനും വായിക്കാനും ശേഷിയുള്ള വ്യക്തിയെയാണ് സാക്ഷരൻ എന്ന് കണക്കാക്കുന്നത്? 7 വയസ്സ് അല്ലെങ്കിൽ അതിനു മുകളിൽ ഉള്ളവരെ. 15 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ദേശീയ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 74.04%. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ദേശീയ സാക്ഷരതാ നിരക്ക് 74.04%. 16 ഇന്ത്യയിൽ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേരളം 94%. ഇന്ത്യയിൽ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. 94% കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക്. 17 ഒരു രാജ്യത്തെ തൊഴിലെടുക്കാൻ ശേഷിയുള്ള പ്രായക്കാരുടെ അനുപാതം, അതായത് 15-നും 64 വയസ്സിനും ഇടയിലുള്ളവരുടെ അനുപാതം ആശ്രിത പ്രായക്കാരേക്കാൾ വർദ്ധിക്കുന്ന അവസ്ഥയെ എങ്ങനെ വിളിക്കുന്നു? ജനസംഖ്യ ലാഭവിഹിതം, ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. ഒന്നുകൂടി നോക്കാം. ഒരു രാജ്യത്തെ തൊഴിലെടുക്കാൻ ശേഷിയുള്ള പ്രായക്കാരുടെ അനുപാതം, അതായത് 15 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ളവരുടെ വയസ്സ് ആശ്രിത പ്രായക്കാരേക്കാൾ വർദ്ധിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ജനസംഖ്യ ലാഭവിഹിതം അഥവാ ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. 18 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന RTE ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? 2010 ഏപ്രിൽ 1-നാണ് വന്നത്. നിയമം പാസ്സാക്കിയത് 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന RTE ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1-ആണ്. നിയമം പാസ്സാക്കിയത് 2009-ലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19 ഇന്ത്യയിൽ 6-ാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? സർവശിക്ഷ അഭിയാൻ അഥവാ SSA. ഇന്ത്യയിൽ 6-ാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ അഥവാ SSA പദ്ധതി. 20 സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അഥവാ RMSA. സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അഥവാ RMSA. 21 ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സൗകര്യങ്ങളും ഗുണനിലവാരവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ അഥവാ RUSA. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സൗകര്യങ്ങളും ഗുണനിലവാരവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ അഥവാ RUSA. 22 മുതിർന്നവർക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? സാക്ഷരതാ ഭാരത് അഥവാ സാക്ഷർ ഭാരത്. മുതിർന്നവർക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷരതാ ഭാരത്. 23 ഇന്ത്യയിൽ SSAയും RMSAയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന പുതിയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? സമഗ്ര ശിക്ഷ അഭിയാൻ. ഇന്ത്യയിൽ SSAയും RMSAയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന പുതിയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന പദ്ധതി. 24 ഒരു വ്യക്തി ജനിക്കുമ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ശരാശരി വർഷങ്ങളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? ആയുർദൈർഘ്യം. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ശരാശരി വർഷങ്ങളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ആയുർദൈർഘ്യം. 25 ഗ്രാമീണ മേഖലകളിലെ പൊതുജനാരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 2005 ആരംഭിച്ച പദ്ധതി ഏതാണ്?
നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അഥവാ NRHM. ഗ്രാമീണ മേഖലകളിലെ പൊതുജനാരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 2005 ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അഥവാ NRHM. 26. ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകി നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന അഥവാ PMKVY. ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകി നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന അഥവാ PMKVY. 27. ഇന്ത്യയിൽ മാനവ വിഭവശേഷി മന്ത്രാലയം അഥവാ MHRD നിലവിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. 2020 പേര് മാറ്റിയത്. ഇന്ത്യയിൽ മാനവ വിഭവശേഷി മന്ത്രാലയം അഥവാ MHRD നിലവിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അഥവാ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പേര് മാറ്റിയ വർഷം 2020. 28. ഒരു രാജ്യത്ത് വേതനത്തിനായി വ്യവസ്ഥാപിതമായി ജോലി ചെയ്യാൻ തയ്യാറുള്ള പ്രായപൂർത്തിയായവരുടെ കൂട്ടായ്മയെ എങ്ങനെ വിളിക്കുന്നു? തൊഴിൽ ശക്തി അഥവാ ലേബർ ഫോഴ്സ് എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്ത് വേതനത്തിനായി വ്യവസ്ഥാപിതമായി ജോലി ചെയ്യാൻ തയ്യാറുള്ള പ്രായപൂർത്തിയായവരുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് തൊഴിൽ ശക്തി അഥവാ ലേബർ ഫോഴ്സ്. 29. ഇന്ത്യയിലെ തൊഴിൽ ശക്തിയുടെ ഭൂരിഭാഗവും ഏത് മേഖലയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടർ. ഇതിലാണ് കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം മുതലായവ ഉൾപ്പെടുന്നത്. ഇന്ത്യയിലെ തൊഴിൽ ശക്തിയുടെ ഭൂരിഭാഗവും പ്രാഥമിക മേഖലയിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പ്രാഥമിക മേഖലയാണ് പ്രൈമറി സെക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ഉൾപ്പെടുന്നതാണ് കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം മുതലായവ. 30. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങളോ നിശ്ചിത ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ അതായത് പെൻഷൻ, ലീവ് മുതലായവ ലഭിക്കാത്ത തൊഴിൽ മേഖലയെ എന്താണ് വിളിക്കുന്നത്? അസംഘടിത മേഖല അഥവാ അൺഓർഗനൈസ്ഡ് സെക്ടർ. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങളോ നിശ്ചിത ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ അതായത് പെൻഷൻ, ലീവ് മുതലായ പോലത്തെ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാത്ത തൊഴിൽ മേഖലയെ വിളിക്കുന്ന പേരാണ് അസംഘടിത മേഖല അഥവാ അൺഓർഗനൈസ്ഡ് സെക്ടർ. 31. ഇന്ത്യയിൽ സ്ഥിരമായ വേതനവും തൊഴിൽ സുരക്ഷയും ലഭിക്കുന്ന സർക്കാർ, സഹകരണ, വൻകിട സ്ഥാപനങ്ങളിലെ തൊഴിലുകൾ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? സംഘടിത മേഖല അഥവാ ഓർഗനൈസ്ഡ് സെക്ടർ. ഇന്ത്യയിൽ സ്ഥിരമായ വേതനവും തൊഴിൽ സുരക്ഷയും ലഭിക്കുന്ന സർക്കാർ, സഹകരണ, വൻകിട സ്ഥാപനങ്ങളിലെ തൊഴിലുകൾ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണ് സംഘടിത മേഖല അഥവാ ഓർഗനൈസ്ഡ് സെക്ടർ. 32. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1968. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1968 ആണ്. 33. ഇന്ത്യയിൽ നിലവിൽ വന്ന ഏറ്റവും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP ഏത് വർഷത്തേതാണ്? 2020. അതായത് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന ഏറ്റവും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP 2020 അത് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതാണ്. 34. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള പാഠ്യപദ്ധതി നിർണ്ണയിക്കുന്നതിനും ഗവേഷണങ്ങൾക്കും നേതൃത്വം നൽകുന്ന കേന്ദ്ര ഏജൻസി ഏതാണ്? NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള പാഠ്യപദ്ധതി നിർണ്ണയിക്കുന്നതിനും ഗവേഷണങ്ങൾക്കും നേതൃത്വം നൽകുന്ന കേന്ദ്ര ഏജൻസിയാണ് NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. 35. കേരളത്തിൽ സ്കൂൾ പാഠ്യപദ്ധതി വികസനത്തിനും അധ്യാപക പരിശീലനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഏജൻസി ഏതാണ്? SCERT, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. കേരളത്തിൽ സ്കൂൾ പാഠ്യപദ്ധതി വികസനത്തിനും അധ്യാപക പരിശീലനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഏജൻസിയാണ് SCERT,
സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. 36. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് യൂണിവേഴ്സിറ്റി പോലെയുള്ളവയ്ക്ക് ധനസഹായവും അംഗീകാരവും നൽകുന്ന കമ്മീഷൻ ഏതാണ്? UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായവും അംഗീകാരം നൽകുന്ന കമ്മീഷനാണ് UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. 37. ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനം ഏതാണ്? AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. 38. ഇന്ത്യയിൽ ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത്, PMJAY. ഇന്ത്യയിൽ ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്, PMJAY. 39. കേരളത്തിലെ പൊതുജനാരോഗ്യ ശൃംഖലയെ ലോകനിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ദൗത്യം ഏതാണ്? ആർദ്രം മിഷൻ. കേരളത്തിലെ പൊതുജനാരോഗ്യ ശൃംഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ദൗത്യമാണ് ആർദ്രം മിഷൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ പ്രസ്താവനകളുടെ മോഡലിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതായത് 4 പ്രസ്താവനകളിൽ തന്നിട്ട് ഇത് 3 ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നെല്ലാം ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പം നേരെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. 40ാമത്തെ ക്വസ്റ്റ്യൻ മാനവ വിഭവശേഷി വികസനം കൊണ്ട് ഒരു രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ ഏതെല്ലാം? 1. പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നു. 2. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. 3. സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വേഗത്തിലാക്കുന്നു. 4. സംരംഭകത്വ മികവ് വർദ്ധിപ്പിക്കുന്നു. ഒന്നുകൂടി നോക്കാം. മാനവ വിഭവശേഷി വികസനം കൊണ്ട് ഒരു രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ ഏതെല്ലാം? 1ാമത്തെ പോയിന്റ് പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നു. 2. സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. 3. സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വേഗത്തിലാക്കുന്നു. 4. സംരംഭകത്വ മികവ് വർദ്ധിക്കുന്നു. ഈ 4 പോയിന്റുകളാണ് അതിൽ നേട്ടങ്ങൾ, മാനവവിഭവശേഷി വികസനം കൊണ്ട് ഒരു രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ. ഇതോടെ ഈ അധ്യായത്തിലെ PSC ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ വീഡിയോ കണ്ടിരുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം PSC എക്സാമുകളിൽ NCERT-യുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്തൊരു അധ്യായത്തിലെ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.